നമുക്കറിയാം ഇന്ന് ഒത്തിരി കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതിൻ്റെ എക്സാം ആവട്ടെ അത്രയധികം കോമ്പറ്റേറ്റീവും. ഈ എക്സാംസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് നേടി പാസ്സാവുമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ 150-ൽ പരം രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാമിൽ ടോപ്പ് സ്കോറർ ആവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. യെസ്, ഇത്തവണത്തെ CMA USA എക്സാമിൽ 500-ൽ 470 മാർക്ക് നേടി വേൾഡ് ടോപ്പ് സ്കോറർ ആയിരിക്കുകയാണ് നമ്മുടെ ചാണക്യയിൽ തന്നെ സ്റ്റുഡൻ്റ് ആയ സബി. ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് വന്നപ്പം സബീനെ പോലെ തന്നെ ഞങ്ങൾ ചാണക്യയിലുള്ള എല്ലാവരും ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. സോ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സബീൻ്റെ വീട്ടിലോട്ട് നമ്മുടെ ചാണക്യയിലുള്ള ഫാക്കൽറ്റീസും സ്റ്റാഫ്സും എല്ലാവരും ചേർന്ന് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയിരുന്നു. ഇവിടെ ചാണക്യയിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും റിസൾട്ട് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ഞങ്ങളുടെ സക്സസ്. അതുകൊണ്ട് തന്നെയാണ് ചാണക്യ ഇന്നും CMA USൽ കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ലാസ്റ്റ് സമയത്ത് എക്സാമിന്റെ ആ ടൈമിൽ ഒരു 1.5 മാസം 2 മാസം ടൈമിന് അവൻ നന്നായി പഠിച്ചു. പേടിയായി. പിന്നെ ഇവന് 10ാം ക്ലാസ് +2 ഡിഗ്രി അതേ സ്വഭാവം തന്നെ ആദ്യത്തെ കാണിച്ചപ്പോൾ ഇവിടെ എത്തുന്നുള്ളൊരു ഉണ്ടായിനി. പിന്നെ അവസാനം ഇരുന്നപ്പോൾ ഒരു ആശ്വാസം കിട്ടി. ഇങ്ങനെ ഇരിക്കുമ്പോഴൊന്ന് അധ്വാനിക്കുന്നതുകൊണ്ട് കിട്ടും എന്നുള്ള. എന്തായാലും ഈ ഒരു അച്ചീവ്മെന്റും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് സബീനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സബീ, 470 ഔട്ട് ഓഫ് 500 ഒരു ചെറിയ സ്കോർ അല്ല അല്ലേ? പ്രതീക്ഷിച്ചോ ഈ ഒരു റിസൾട്ട്? സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്ര വലിയൊരു മാർക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പാസ്സാവണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. പക്ഷെ ഒരു 400 മാർക്കൊക്കെ കിട്ടുമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 470 കിട്ടിയതിൽ വളരെ സന്തോഷം. സബി ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് CMA USA എടുത്തത് അല്ലേ? അപ്പം ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഈ CMA USA കോഴ്സ് എടുക്കണം, മറ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ കൊമേഴ്സ് കോഴ്സിലേക്ക് പോവാതെ CMA USA എന്തുകൊണ്ട് അതിലോട്ട് ആ ഒരു ഫീൽഡിലോട്ട് തിരഞ്ഞെടുത്തു? ഡിഗ്രി കഴിഞ്ഞ പാടെ ഒരു കോഴ്സ് എടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിക്കൂടാന്നൊരു ചിന്ത വന്നു. അപ്പം മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ CMA USA എന്ന് കേട്ടു. പിന്നെ ഫ്രണ്ട് ഇവിടെ പഠിച്ചായിരുന്നു, ചാണക്യയിൽ പഠിച്ചായിരുന്നു. അപ്പം അവൻ പറഞ്ഞതനുസരിച്ച് ചാണക്യയിൽ നിന്ന് പാസ്സായി പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവൻ്റെ വാക്കിൽ നിന്ന് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് CMA USA എടുത്തത്. സബിയുടെ ഈ സക്സസ് ജേർണിയിൽ ചാണക്യയുടെ റോൾ എത്രത്തോളം ഉണ്ടായിരുന്നു? ഫ്രം ദി ബിഗിനിങ് ചാണക്യ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് തന്നായിരുന്നു. ഇവിടുത്തെ ഫ്രണ്ട്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും ഇവിടുത്തെ എൻവയോൺമെൻറ്റ് ആയാലും ഒരു ഫാമിലി ഫീലിംഗ് ആയിരുന്നു. സോ ഒരു ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ചാണക്യയിൽ. എപ്പോഴും കൂളായിട്ട് ഇരിക്കാനും പഠിക്കാനാണെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാതെ പഠിക്കാനുള്ളൊരു എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. സോ എക്സാം ടൈമിൽ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു ഹെൽപ്പായിരുന്നു. സബി എന്തെങ്കിലും സ്റ്റഡി റുട്ടീൻ ഫോളോ ചെയ്തിരുന്നോ ആ ഒരു ടൈമിന്? എക്സാമിന് മുന്നേ 1.5 മാസം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഞാൻ രാവിലെ 6 മണിക്ക് നീച്ചാണ്ട് ഒരു 2 മണിക്കൂർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു ഒരു സെക്ഷൻ. ഞാൻ ആദ്യം ഓരോ സെക്ഷനും അതിൽ തന്നെ ഡിവൈഡ് ചെയ്താണ്ട് ഒരു ഭാഗമാക്കി മാറ്റിയായിരുന്നു. പിന്നെ അതിൽ നിന്ന് രാവിലെ ഒരു 2 മണിക്കൂർ പഠിക്കും, ഫുഡ് കഴിച്ചാണ്ട് വീണ്ടും 2 മണിക്കൂർ പഠിക്കും. പിന്നെ സ്ഥിരമായിട്ടൊരു 5-6 മണിക്കൂർ പഠിക്കുന്നതൊരു എഫക്റ്റീവ് ആയിരിക്കില്ല എന്ന് തോന്നിയുകൊണ്ട് കുറേ ബ്രേക്കൊക്കെ എടുത്താണ്ട് മാക്സിമം കൂളായി ഇരുന്നാണ്ട് പഠിക്കാൻ ശ്രമിച്ചായിരുന്നു. പിന്നെ രാത്രി ഒരു 2 മണിക്കൂറൊക്കെ പഠിച്ചാണ്ട് ഒരു ടെൻഷൻ അടിക്കുക അല്ല ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു രീതി ആയിരുന്നില്ല ഫോളോ ചെയ്തത്. എത്ര സമയം പഠിക്കുന്നു എന്നല്ല, പഠിക്കുന്ന സമയം മാക്സിമം അതിൽ തന്നെ ശ്രദ്ധ വെച്ചാണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതായിരുന്നു ആ രീതി. സബിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഈ CMA USA എക്സാം അല്ലേ? അപ്പം ആ ഒരു ടൈം എക്സാം ഹാളിൽ കയറിയപ്പം എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എക്സാം സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുവരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ ഒന്ന് കുറച്ച് റിലാക്സ് ആവാൻ പറ്റി. അപ്പം നമ്മൾ ആദ്യം ഉള്ളത് വെച്ചാണ്ട് ഒരു പേടി വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കൂടുതൽ ചോദിക്കാം. അപ്പം ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടായിരിക്കും എനിക്കൊരു റിലാക്സ് ആവാൻ പറ്റിയതെന്ന് തോന്നുന്നു. ഇപ്പോൾ 100 MCQ ചെയ്ത് കഴിഞ്ഞപ്പോൾ SAVൻ്റെ ഓപ്പണായി. അപ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഉള്ളിൽ നിന്നൊരു എന്താ പറയാൻ പറ്റില്ല, ഒരു ഫീൽ വന്നായിരുന്നു. പിന്നെ essay കമ്പാരിറ്റീവ്ലി സിമ്പിളായിരുന്നു. മീൻസ് നമ്മളോട് ചോദിക്കുന്ന മാതിരിയോ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന മാതിരി അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമായിരുന്നില്ല essay എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ ചോദിക്കുന്ന ഡിഫൈൻ ആണെങ്കിൽ ഡിഫൈൻ ചെയ്യുക, ചിലപ്പോൾ 2 പോയിൻറ്റ്സ് മെൻഷൻ ചെയ്യാനായിരിക്കും, അത് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു.
ഏതായാലും എസ് എ ക്വസ്റ്റിന് ഓപ്പൺ ആയപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. ആ ഒരു ഫീല് മറക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. സബിയുടെ വീട്ടിൽ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും സർപ്രൈസ് വിസിറ്റ് നടത്തിയിരുന്നു അല്ലേ? അപ്പോൾ എന്തായിരുന്നു ആ മൊമെന്റിലെ ഒരു ഫീലിങ്സ്? പിന്നെ 10ലായാലും +2ലായാലും ഡിഗ്രിയിലായാലും ഈ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ CMA ഈ പാട്ട് പാസ്സായതോടെ ചാണക്യയിലെ എല്ലാ ടീച്ചേഴ്സിനെ പഠിപ്പിച്ച എല്ലാ ഫാക്കൽറ്റീസും ഓഫീസ് സ്റ്റാഫൊക്കെ വീട്ടിലൊക്കെ വന്നായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ അവർ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വീട്ടിൽ വരെ വന്നത് അത് ഭയങ്കര സന്തോഷമായിരുന്നു. ചെറുപ്പത്തിൽ പറയില്ലേ എനിക്ക് ഇതാക്കാൻ എഞ്ചിനീയറിംഗ് വിടാൻ അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കാനാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ആക്കാൻ, എങ്ങനെ എന്തായിരുന്നു ചൈൽഡ്ഹുഡിൽ ആൾക്ക് ഇഷ്ടം? അതായത് ഈ ഒരു profession പോവാൻ ഒരു ടീച്ചറാവാന്നുള്ള ഇഷ്ടമായിരുന്നു, മാഷാവണമെന്ന്. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കോമേഴ്സ് ഫീൽഡിലോട്ട് വരണം തീരുമാനിച്ചതിന് മുൻപ് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുക അല്ലെങ്കിൽ എന്താ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനായിരുന്നു താല്പര്യം? എനിക്ക് പണ്ട് തൊട്ട് ടീച്ചിങ് താല്പര്യമുള്ള ഫീൽഡായിരുന്നു. പഠിക്കാനും പഠിപ്പിക്കാനായാലും ഞാൻ അത്ര എൻജോയ് ചെയ്താണ്ട് ഒരു നോക്കി കാണുന്നൊരു ഫീൽഡായിരുന്നു ടീച്ചിങ്. അപ്പോൾ ഒരു ടീച്ചർ ആവാനായിരുന്നു എൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹം. സബി ഓൾറെഡി പാർട്ട് 2 ഇത്രയും മാർക്സ് സ്കോർ ചെയ്ത് നിൽക്കുവാണല്ലോ അല്ലേ? ഇനി പാർട്ട് 1 ആണ് നമ്മൾ അടുത്ത ടാസ്ക്. അപ്പോൾ എന്താണ് പാർട്ട് 1 പ്ലാൻസ്? എന്തൊക്കെയാണ് ഇനി ഇപ്പം സ്റ്റഡി സ്ട്രാറ്റജീസ് അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ അതോ ഇതേ പാറ്റേൺ ആണോ? ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? പാർട്ട് 1ഉം പാർട്ട് 2 പോലെ സ്റ്റഡി പ്ലാനൊക്കെ അത് മെത്തേഡ് തന്നെ ഫോളോ ചെയ്താണ്ട് നല്ല മാർക്കോടെ തന്നെ പാസ്സാവണമെന്നാണ് ആഗ്രഹം. ജസ്റ്റ് പാസ്സാവുന്നതിലപ്പുറം ഒരു പണിക്ക് കയറുമ്പോൾ കുറേ വേറെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയാലും സോഫ്റ്റ് സ്കില്ലായാലും ഒക്കെ ആവശ്യമാണ്. അപ്പം അതൊക്കെ എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൂടിയും ഈ പാർട്ട് 1 പഠനത്തിൻ്റെ കൂടെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ചാണക്യ ആയാലും ഇൻറ്റേൺഷിപ്പ് ആയാലും വർക്ക്ഷോപ്പ് ആയാലും മറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടി സോഫ്റ്റ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. 2025 അതായത് ഇപ്പം ഈ ഒരു കോഴ്സ് CME USA കോഴ്സ് എടുത്ത് അതും ചാണക്യയിൽ വന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം ഈ ഒരു അച്ചീവ്മെൻറ്റ്, ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നേടിയ ഒരു വ്യക്തി എന്ന നിലയിൽ സബീന എന്താണ് അവരുള്ളൊരു സജഷൻ, ഒരു പീസ് ഓഫ് അഡ്വൈസ്? ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ആദ്യം തന്നെ മനസ്സിലുണ്ടാവുക ഇത് ടഫാണോ ഈസി ആണോ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സംശയമായിരിക്കും മനസ്സിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ മൈൻഡിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ താല്പര്യം, നമ്മൾ ഈ കോഴ്സിന് പഠിക്കണം, എനിക്ക് ഇൻട്രസ്റ്റഡ് ആയ ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പറ്റുന്ന ഏരിയ ആണ്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, ഇതുവരെ പഠിച്ചത് ഏത് ഫീൽഡാണ്, എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നൊരു ഫാക്ടറല്ല. അപ്പം ഇനിയൊരു ഫ്രഷ് മൈൻഡോടെ നമുക്ക് ഇരുന്ന് പഠിക്കണം, ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സിമ്പിളായാണ്ട് പാസ്സാവുന്നു. എല്ലാവർക്കും സിമ്പിളായി എന്ന് പറയുന്നില്ല, ഒരു എഫേർട്ട് എടുക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ളൊരു കോഴ്സാണ് CMA USA. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അത് പഠിക്കുന്ന സ്ഥലം എവിടെ നിന്നാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ചാണക്യാണെങ്കിൽ IMA പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ണർ ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ആയാലും സപ്പോർട്ടായാലും എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നായാലും ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തു നിന്നായാലും കിട്ടും. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. സബി, താങ്ക് യു ഫോർ യുവർ ടൈം. വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് പാർട്ട് 2 ഇത്രയും നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്തത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പാർട്ട് 1ഉം നല്ലൊരു മാർക്കോട് കൂടി സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ലൈഫിൽ മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം സക്സീഡ് ചെയ്ത് പോകാൻ പറ്റട്ടെ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.